തുടച്ച് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് പുറത്തോട്ടൊക്കെ പോയി കഴിയുമ്പോൾ എന്തോ ഒരു ടാനാണെന്നറിയാം ഫേസിലടിക്കുന്നത്. അപ്പോൾ നമ്മളെന്താണ് ഓടി വന്നൊരു ഫേസ് വാഷ് ഇട്ട് കഴുകുന്നതിൽ ഒത്തിരി നല്ലതാണ് നമുക്ക് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ എന്ത് നല്ല പോലെ നമ്മുടെ ആ ഒരു ഫേസിലെ ടാൻ മാറിയെന്ന് നോക്കണം. കണ്ടോ നല്ല പോലെ ടാൻ മാറിയിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ എന്ത് പെട്ടെന്നാണ് നോക്കിയാൽ നല്ല പോലെ ടാൻ മാറിയത്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഈ ഒരു പായ്ക്കിന് കേട്ടോ. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള രീതി ചെയ്യണം. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇന്നലെ നമുക്കിപ്പോൾ നല്ല വെയിലൊക്കെ ആണല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ എറണാകുളം വരെ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അന്നേരം ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വെയില. ഇപ്പോൾ ഞങ്ങളിവിടെ പാലായിലാണ് താമസിക്കുന്നത്, പാലാ രാമപുരത്ത്. ഇവിടെ അത്രയും ചൂടില്ല. എറണാകുളം നിങ്ങൾക്കറിയാലോ, പൊടിയും ചൂടും എല്ലാം അവിടെ കൂടിയാണ്. ഞാനാണെങ്കിൽ സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഒക്കെ ഇട്ടുണ്ടോ, എന്നാലും സഹിക്കാൻ പറ്റുമോ. ഞാൻ ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ മൂടി വെച്ചിട്ടാണ് ഇങ്ങനെയാണ് നടന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഞങ്ങൾ ബോട്ടിലൊക്കെ കയറിയായിരുന്നു, മെട്രോ ബോട്ടിലൊക്കെ കയറിയായിരുന്നു. അപ്പോൾ നടന്ന് കുറേ ദൂരം നടന്നൊക്കെയാണ് പോയത്. അപ്പോൾ ഇങ്ങനെ വെയിലുകൊണ്ട് ഇങ്ങനെ മുഖമൊക്കെ പൊത്തിയാണ് പോയത്. എന്നിട്ടും എൻ്റെ മുഖത്ത് അങ്ങോട്ട് ടാനൊക്കെ കുറച്ച് അടിച്ചിട്ടുണ്ട്. വലുതായിട്ട് ടാൻ അടിച്ചിട്ടില്ല, മുഖമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കരിവാളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അടിപൊളി ഒരു നല്ല രീതിയിൽ നമുക്ക് ആ കരിവാളിപ്പെല്ലാം മാറി നമ്മുടെ ആ ഒരു ടാനെല്ലാം നന്നായിട്ട് മാറി സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനായിട്ടും ആ നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടാനായിട്ടുള്ള നല്ലൊരു ഫേസ് പാക്ക് കാണിച്ചാലോ എന്ന്. അപ്പം ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാമല്ലോ. അങ്ങനെയാണ് ഞാൻ ഇന്നൊരു ഫേസ് പാക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ക്രമേണ ഇട്ടിട്ട് വരുവാണെങ്കിൽ നമ്മുടെ മുഖത്തെ ഇപ്പം ഒരുപാട് പേരുണ്ട് വാട്സപ്പ് കോളുകളും വാട്സപ്പ് മെസ്സേജുകളും ഫോൺ കോളുകളും ഒക്കെ വരുന്നുണ്ട്. ഈ വെയിലത്തോട്ട് പോയിട്ടൊരു മുഖം വല്ലാതെ ഇരുളെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു പായ്ക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഡ്രസ്സ് ഇടുന്ന ഈ ഒരു കൈയുടെ ഭാഗം വരെ അല്ലാതെ ബാക്കി ഇങ്ങോട്ടെല്ലാം ഒരു ടാൻ അടിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ കൈയൊക്കെ ഉണ്ടോ, നല്ല കളർ വ്യത്യാസം വന്നിട്ടുണ്ട് വെയിലടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഷാളൊക്കെ ഇങ്ങനെ പുറച്ചൊക്കെയാണ് പോയത്, മൊത്തം പുറച്ച് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്നിട്ടും ചെറുതായിട്ട് ടാനൊക്കെ അടിച്ച് സൺസ്ക്രീമൊക്കെ തേച്ചിട്ട് സൺസ്ക്രീമൊക്കെ നമുക്കൊരു ഉച്ച വരെയൊക്കെ നിൽക്കത്തുള്ളൂ. പിന്നെ വീണ്ടും നമ്മൾ സൺസ്ക്രീൻ റിപ്പീറ്റ് ചെയ്തൊക്കെ ചെയ്യണം. എന്നാലും വലിയ കുഴപ്പമില്ലാതെ വന്നു. എന്നാലും എനിക്കൊരു തോന്നൽ മുഖത്തൊക്കെ എന്തോ ഒരു ചെറിയൊരു കരിവാളിപ്പ് പോലെ തോന്നി. അപ്പോൾ നമ്മളത് പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് ഡാർക്ക് അടിച്ചു പോകും നമ്മുടെ മുഖം. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് മാറ്റിയേ ശരിയാവത്തുള്ളൂ. അപ്പോൾ അതിനായിട്ടുള്ള നല്ല അടിപൊളി ഒരു പായ്ക്കാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ആ ഒരു പായ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. ഞാൻ എൻ്റെ മുത്തുമണികളെല്ലാം ഒന്ന് ഓടിയിരുന്നേ. മുഖമൊക്കെ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാൻ, നല്ലൊരു പെട്ടെന്നൊരു വെളുപ്പ് കിട്ടാനായിട്ടും ഇത് നമ്മൾ പതിവായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്തെ ഡാർക്ക് സ്പോട്ടും കലകളും ഒക്കെ മാറി സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാനും സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പായ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് ഉഴുന്നും, 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണോളം പച്ചരിയും 1 ടേബിൾ സ്പൂണോളം ഉഴുന്നും എടുത്ത് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറൊരു സാധനം കൂടെ വേണം, 2 സാധനം കൂടെ വേണം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം ഒരു പച്ചരി ഉഴുന്നും കുതിർത്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട. നമുക്കൊരു ഇച്ചിരി ചെറിയ തരിതരിപ്പോട് കൂടി മാത്രമേ അരച്ചെടുക്കാവുള്ളൂ കേട്ടോ. അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത് ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തുകൊണ്ട് വന്നത് കേട്ടോ. ചെറിയ തരിതരിപ്പുണ്ട് കേട്ടോ, നൈസായിട്ടുള്ള മാവായിട്ടല്ല അരച്ചെടുത്തത്. ചെറിയൊരു തരിതരിപ്പോട് കൂടി ഇത്രയും വെള്ളമേ ആവാവുള്ളൂ, ഒരുപാട് വെള്ളം വേണ്ട. ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫിയുടെ 2 രൂപയുടെ ഒരു സാഷ പാക്കറ്റാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതുകൂടെ ചേർക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക കേട്ടോ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണേ. ഞാനിത് നമ്മുടെ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീരെ ലോ ഫ്ലെയിമിൽ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാവായതുകൊണ്ട് ഒരുപാട് കട്ടയാവരുത്. 4 വശം ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേനും നിർത്തണം കേട്ടോ. ഒരുപാട് കട്ടയാവരുത്, അത് ശ്രദ്ധിക്കണം.
അപ്പോൾ ഞാനിതൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് കുറുക്കൊക്കെ കൊടുക്കുന്ന രീതിയിൽ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു തരിതരിപ്പുണ്ട്, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. ഒരുപാട് നൈസ് പൗഡർ അല്ലെന്ന് ഞാൻ പറഞ്ഞു, നൈസായിട്ടുള്ള മാവല്ല അരച്ചേക്കുന്നത്, ചെറിയ തരിതരിപ്പോട് കൂടി വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിനെയും ഒന്ന് തണുക്കണേ. അപ്പോൾ തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം ഞാൻ എന്നാ ചെയ്യുന്നത് കാണിക്കാം. അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്, ഒരുമാതിരി ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 സാധനം കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിനകത്തേക്ക് നമുക്ക് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. അതിനൊരു 2-3 തുള്ളി, 3-4 തുള്ളി ഗ്ലിസറിൻ മതി കേട്ടോ. 4 തുള്ളി. ഒരു ടേബിൾ സ്പൂണോളം അലോവേര ജെല്ല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഫേസിലിടാവുള്ളൂ. കാരണം ഇപ്പോൾ നല്ല ചൂട് സമയമൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ തണുപ്പോടുകൂടി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനൊന്ന് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ കേട്ടോ, താഴെ. ഫസ്റ്റ് ഞാൻ തണുത്ത പാലെടുത്തിട്ടുണ്ട്. നല്ല നാടൻ പാൽ, നല്ല പശുവിൻ പാൽ. നമ്മുടെ എന്താ പറയുക, ഇതിലെ ഞങ്ങൾ പിന്നെ ഇവിടെ കോട്ടയ്ക്ക് കൊണ്ടുവരും പാൽ. നമ്മുടെ സൊസൈറ്റിയിലെ പാൽ കൊണ്ടുവരും. നല്ല വെള്ളം ഒഴിക്കാത്ത, വെള്ളമൊന്നും ചേർക്കാത്ത നല്ല പാലാണ്, നാടൻ പാൽ. ഇപ്പോൾ അതില്ലെന്നുണ്ടെങ്കിൽ കവർ പാലായാലും മതി. ഇപ്പോൾ നല്ല തണുത്ത പാൽ. ഇപ്പോൾ ഈ ചൂട് സമയത്ത് മുഖത്ത് കുറച്ച് കൂളിങ് കൂടെ കിട്ടാൻ തണുപ്പിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ തണുത്ത പാൽ. അപ്പോൾ ഇത് നമ്മൾ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക. അപ്പോൾ മുഖത്തെ അഴുക്കും പൊടിപടലവും ഒക്കെ ഉണ്ട് നന്നായിട്ട് പോകാനായിട്ട്, നമുക്ക് ഉള്ളിലെ ആ ഒരു നമ്മുടെ ഒരു പോഴ്സൊക്കെ നന്നായിട്ട് ഓപ്പണായിട്ട് നല്ല രീതിയിലുള്ള ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് നമുക്ക് പാൽ ഒത്തിരി നല്ലതാണ് ക്ലെൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. അപ്പം നല്ലപോലെ ഇങ്ങനെ മുഖത്ത് നമ്മളിങ്ങനെ തൊട്ടിട്ട് വെറുതെ ഒന്ന് ക്ലെൻസ് ചെയ്തെടുത്താൽ മതി. കുറച്ച് പാൽ തോന്നിട്ട് അങ്ങോട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം നന്നായിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്തെടുക്കണേ. അപ്പം ഞാനൊരു 5 മിനിറ്റോളം നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊരു ചെറിയൊരു ബ്രൈറ്റ്നെസ് പോലെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നേരത്തെ എൻ്റെ മുഖം ഇപ്പോഴത്തെ മുഖം കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് തുടച്ച് മാറ്റാം. അപ്പോൾ ഞാൻ എപ്പോഴും തണുത്ത വെള്ളം ഉപയോഗിച്ചാണ് തുടയ്ക്കുന്നത്. കാരണം നമുക്ക് ഈ ചൂട് സമയത്ത് ഏറ്റവും നല്ലതാണ് തണുത്ത വെള്ളത്തിലൊക്കെ മുഖം തുടയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു സുഖമാണ് നമ്മുടെ മുഖത്തിന്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ക്ലെൻസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് പകുതി ഒരു വെട്ടം വീണു. എല്ലാവരും കണ്ടല്ലോ, പായ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടില്ല, അതേ രീതി തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുത്തിരിപ്പുണ്ട്, തണുത്ത ഒരു പായ്ക്കറ്റ്. അപ്പോൾ ഇത് ഒരു നമ്മൾ നല്ലപോലെ കരിവാളിപ്പൊക്കെ ഉള്ളവർ ഇതൊരു 3-4 ദിവസം അടുപ്പിച്ചിടണം കേട്ടോ. അപ്പം നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ സ്കിന്നിന് കിട്ടും, നല്ലപോലെ കരിവാളിപ്പെല്ലാം മാറി കിട്ടും കേട്ടോ. അപ്പം ഞാൻ തന്നെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയൊരു തരിതരിപ്പോടു കൂടിയാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. എല്ലാവരും ഒന്ന് ഓർക്കണേ. നമുക്ക് നന്നായിട്ട് നല്ല സുഖം കേട്ടോ, നല്ല തണുപ്പ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടേ. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ ഇടണം. അപ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സ് കിട്ടും നമ്മുടെ ആ ഒരു മുഖത്തെ. നല്ലൊരു തണുപ്പോട് കൂടി തന്നെ നല്ല ബ്രൈറ്റ്നെസ് ആകും കേട്ടോ. ഫുള്ള് കരിവാളിപ്പം പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്ന അടിപൊളി ഒരു പായ്ക്കാണ്. ആരും മിസ് ചെയ്യില്ല ഈ പായ്ക്ക്, ഇട്ട് നോക്കണം ഇതുപോലെ തന്നെ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഈ പായ്ക്ക് ഇട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. അപ്പം അത്യാവശ്യം കുറച്ച് കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണേ. പിന്നെ ഞാൻ ഓർത്ത മാസ്ക് കൊണ്ടുപോകാമായിരുന്നല്ലോ, മാസ്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അത്രയ്ക്ക് ചൂടായിരുന്നു. അപ്പം ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കൈയിട്ട് തന്നെ എടുക്കരുത് കേട്ടോ, കുറച്ചൊരു ബൗളിലോട്ട് മാറ്റി എടുക്കാവുള്ളൂ. ഞാനിപ്പം ഇത് കൈ ഇട്ട് പോയി, മറന്നുപോയി, ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ കുറച്ച് മാറ്റി വെച്ചിട്ട് എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്ന് തന്നെയാണോ പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വരച്ച് വെക്കുമ്പം ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യമുള്ള എടുത്ത് മാത്രം ചെയ്താൽ മതി, അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് കട്ടിക്ക് തേച്ച് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ആ ഒരു നല്ലതായിട്ടുള്ള ടാന് നന്നായിട്ട് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ കണ്ണിനടിയിലൊക്കെ കറുപ്പൊക്കെ വേണ്ട മാറി കിട്ടാൻ നല്ലതാണ്. ഞാൻ കണ്ണിൻ്റെ മേളിലിടുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ നിറവും ഇവിടെ വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ പായ്ക്കെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, നല്ലതായിട്ട് വലിഞ്ഞ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ
ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് ഇരുന്നാൽ മതി. ഇനി നമുക്കിതൊന്ന് തുടച്ച് നോക്കാവേ. അപ്പോൾ എത്രമാത്രം റിസൾട്ട് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ എൻ്റെ കഴുത്തും മുഖവും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കഴുത്തൊക്കെ ടാൻ അടിച്ചിരിക്കുക ഫുള്ള്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇതുണ്ടോ ഇവിടെയൊക്കെ നല്ല നിറമുണ്ട്. പക്ഷേ കഴുത്തിൻ്റെ ഇവിടെ നല്ല ഇടകളിൽ നല്ല ടാൻ അടിച്ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഇന്നലെ വെയിലത്ത് പോയപ്പോൾ സംഭവിച്ചതാണേ. അപ്പോൾ മുഖത്തും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം കഴുത്തും മുഖവും കൂടെ മാറ്റുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഞാനൊന്ന് തുടച്ച് മാറ്റിക്കളയാം. അത് കഴിഞ്ഞ ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക. എന്നിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതും കൂടെ നിങ്ങൾ ചെയ്യണം കേട്ടോ. കുറച്ച് വെള്ളം തൊടണേ. വെള്ളം തൊട്ടിട്ട് നമ്മളതൊന്ന് തുടച്ച് മാറ്റും. വെള്ളം തൊട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് കാണിക്കാം. ഞാൻ വെള്ളത്തിന് പകരം ബാക്കി ഉണ്ടെന്ന പാലാണ് എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വെള്ളം എടുക്കാവേ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് പുറത്തോട്ടൊക്കെ പോയി കഴിയുമ്പോൾ എന്തോ ഒരു ടാനാണെന്നറിയാം ഫേസിലടിക്കുന്നത്. അപ്പം നമ്മളെന്താണ് ഓടി വന്നൊരു ഫേസ് വാഷ് ഇട്ട് കഴുകുന്നതിൽ ഒത്തിരി നല്ലതാണ് നമുക്ക് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ എന്ത് നല്ല പോലെ നമ്മുടെ ആ ഒരു ഫേസിലെ ടാൻ മാറിയെന്ന് നോക്കണം. കണ്ടോ, കഴുത്തിൽ ഇവിടെ എല്ലാം ടാനാണ് കഴുത്തിൽ. കണ്ടോ ഈ ഭാഗം കണ്ടോ ഇരുണ്ടിരിക്കുന്നത്. ഇവിടെ ഒന്നും കുഴപ്പമില്ല എനിക്ക്. പക്ഷെ ഇവിടെ കണ്ടോ ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ എന്ത് പെട്ടെന്നാണ് എനിക്ക് നല്ല പോലെ ടാൻ മാറിയത്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ നമ്മുടെ മൂക്കിൻ്റെ അവിടുത്തെയൊക്കെ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഈ ഒരു കൂട്ടെടുത്ത് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഉള്ള സ്ഥലത്തോട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കുക. അതുകൊണ്ടോ നല്ല ബ്രൈറ്റ്നെസ് ആയില്ലേ മുഖം? കണ്ടോ നോക്കിയേ എന്നിട്ട് ബ്രൈറ്റ്നെസ് ആയെന്ന്. നമ്മുടെ ഫൗണ്ടേഷനൊക്കെ അടിച്ചേക്കുന്ന പോലെ തോന്നിക്കുന്നില്ലേ ഇവിടം കണ്ടിട്ട്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം മെയിനായിട്ട്. കാരണം നമ്മുടെ ഡെഡ് സ്കിന്ന് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോകാനായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത് ചെറിയൊരു തലതെറിപ്പോട് കൂടി എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് കുറച്ച് ഫേസിലും കൂടെ തേച്ചിട്ട് ജസ്റ്റ് നിങ്ങളെ കാണിച്ചതാണ് വൈപ്പ് ചെയ്തേ. അപ്പം അത്രയും കട്ട് ചെയ്യാണ്ട് നമുക്ക് സ്ക്രബ് ചെയ്യാൻ ബുദ്ധിമുട്ട്. നമുക്ക് കുറച്ചെടുത്ത് നമുക്ക് സ്ക്രബ് ചെയ്യാം. വെള്ളം തൊട്ടിട്ട് മൂക്കൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത്രയും കട്ടിക്ക് നമ്മൾ പായ്ക്കിടുമ്പോൾ എന്താണ് നമുക്ക് സ്ക്രബ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതെല്ലാം നിലത്തോട്ടെല്ലാം അപ്പടി വീഴുന്നുണ്ട്. ഇവിടെ എല്ലാം ഉണങ്ങി. നെറ്റിയിലെ ടാനെല്ലാം മാറാനായിട്ട് ഒന്നും കൂടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല രീതിയിൽ ടാൻ മാറിക്കിട്ടും. ഇതുണ്ട് കണ്ണിൻ്റെ ഇവിടെ കൂടെ കാണുമ്പോൾ കാണിക്കും. ഇപ്പോൾ കണ്ണിൻ്റെ നമ്മൾ ഇവിടെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഇവിടെയൊക്കെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ നല്ല ടാനുണ്ട്. പക്ഷേ കണ്ണിൻ്റെ അവിടെ ഈ പായ് കിട്ടാൻ ഭയങ്കര ഡ്രൈ ആവും. അതുകൊണ്ട് ഞാൻ കണ്ണിന് അങ്ങോട്ടിട്ടില്ല. കണ്ണിൻ്റെ അവിടെ വൈകുന്നേരം എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ട് മൂക്കിൻ്റെ അവിടെ സ്ക്രബ് ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ചെറിയ തരിതരിപ്പോട് കൂടി അരച്ചെടുക്കണമെന്ന് പറഞ്ഞത്. അതുപോലെ ഇത്ര ഡിസ്കളറേഷൻ വരുമല്ലോ ഇവിടെയൊക്കെ കറുപ്പ് പോലെ വരത്തില്ല. അതിനൊക്കെ ഈ പായ്ക്ക് നല്ലതാണ് കേട്ടോ ഡെയിലി ഇടുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മളൊന്ന് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 5 മിനിറ്റോളം നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുടച്ച് മാറ്റാവേ. കണ്ടോ നല്ല രീതിയിൽ ടാൻ മൊത്തം മാറിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ മുഖത്തെ ടാൻ എല്ലാം മാറിയിട്ടുണ്ട് എൻ്റെ. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ചിലർക്ക് മുഖം ഭയങ്കരമായിട്ട് കരിവാളിക്കുന്നുണ്ട്. ചെറിയൊരു കരിവാളിപ്പം എനിക്കുള്ളായിരുന്നു കേട്ടോ. ചിലർക്ക് ഭയങ്കരമായിട്ട് കഴുത്തും മുഖം കണ്ടാൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് തോന്നി കരിവാളിച്ചിരിക്കും. അങ്ങനെയുള്ളവരെ ഇത് കുറച്ച് ദിവസം അടുപ്പിച്ചിടണം. അടുപ്പിച്ചിടുമ്പം തന്നെ നല്ല രീതിയിലുള്ളൊരു മാറ്റമായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ നല്ലൊരു എന്താ പറയുക നമുക്ക് ഡ്രൈനെസ് ഒന്നും ആയില്ല. ഫേസ് ഡ്രൈ ഒന്നും ആയില്ല. കാരണം പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർ ഇതിനകത്തേക്ക് തൈര് ചേർത്തൂടെ മിക്സ് ചെയ്താൽ മതി. ഡ്രൈ സ്കിന്നുള്ളവർ. അപ്പം ഞാൻ എൻ്റെ ഫേസിലൊന്നും തേച്ചിട്ടില്ല. നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ട മാതിരിയാണ് എൻ്റെ ഫേസ് കാണുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് പായ്ക്കാണ് ഇത്. ഫേസെല്ലാം നന്നായിട്ട് തുടച്ചിട്ടുണ്ട്. ഞാൻ ഫേസിലൊന്നും തേച്ചിട്ടില്ല. ഇപ്പോൾ തേക്കാൻ പോകുന്നത് വെച്ചാൽ നല്ല ബ്രൈറ്റ്നെസ്സാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇനി ഞാനിപ്പം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തുകൊണ്ട് മസ്റ്റാണ് നമ്മളിത് കഴിഞ്ഞതിന് ശേഷം. കാരണം ഇപ്പോൾ ചൂടൊക്കെ ഉള്ള സമയമല്ലേ. അപ്പോൾ ഞാനിത് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത് ഒരുപാട് പേരൊക്കെ ഞാൻ
പിന്നെ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല മോയ്സ്ചറൈസറാണെന്ന് ചോദിച്ചപ്പോൾ അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. മോയ്സ്ചറൈസർ, സൺസ്ക്രീം, ഫേസ് വാഷ് ടാഗ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് കുറച്ചെടുത്ത് ഫേസിൽ ഇത് ഓറഞ്ചിൻ്റെ ഫ്ലേവറാണേ. എന്നാൽ നമ്മുടെ സ്കിൻ ഓക്കെ ആയി കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് ഇതുപോലുള്ള പായ്ക്കുകളൊക്കെ നല്ലതാണ്. പുറത്തോട്ട് പോയിട്ട് വരുമ്പോൾ ടാനൊക്കെ അടിച്ച് മുഖം കരിവാളിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്തില്ലല്ലോ, എന്താണ് പിന്നെയും ഇരുണ്ടുകൊണ്ടേ ഇരിക്കും. പ്രത്യേകിച്ച് ഒരു ഏജ് കഴിഞ്ഞവർക്ക് ഏറ്റവും സ്കിന്ന് നല്ലതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ എല്ലാവരും ഈ ടാൻ മാറാനുള്ളൊരു പായ്ക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല റിസൾട്ടാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ബൈ.